ഉലുവിട്ട് പൊട്ടിച്ച് അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊന്നും ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ ഇടുന്നുണ്ട്. ഇത് ഈ പരുവം മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി ഇടാം. നമുക്കുള്ളത് തീ കുറച്ച് വെച്ചാൽ കുറച്ച് മഞ്ഞപ്പൊടി. ഈ ഒരു പോർഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ആയിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. അതിനൊപ്പം തന്നെ 2 ടീസ്പൂൺ നമ്മുടെ പച്ചത്തേങ്ങ, 2-3 ടീസ്പൂൺ. ഓക്കെ, നമുക്ക് ഒരുപാടാവരുത്, ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ മാറും. ഓക്കെ, നമ്മൾ ടീസ്പൂൺ ചെറുതായതുകൊണ്ടാണ് യാത്ര ഇട്ടത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇത് ഈ പരിവായി കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ പറ്റുക. ഇനി ഇത് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. ഓക്കെ, അധികം മൂത്ത് പോകണം. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും വേപ്പില ആവശ്യമുണ്ട്. ഒരു 2 വേപ്പില, ഒരു 2-3 പച്ചമുളക്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. നല്ല തണുപ്പായതുകൊണ്ട് കട്ടി പിടിച്ചിരിക്കണം വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ കൂട്ടി കഴിഞ്ഞാൽ വേപ്പിലയുടെ കൂടുതൽ അരിഞ്ഞു വെച്ചാൽ ചുവന്നുള്ളിയുടെ നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് പച്ചമുളക് ഇടുക. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റി കിട്ടണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടോ. അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി, എരിവില്ലാത്ത. ഇത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് കൂടുതലുണ്ടായി. അതിനൊപ്പം തന്നെ ഒരു കുഞ്ഞ സ്പൂണ് മല്ലിപ്പൊടി, ചെറുത് മല്ലിട്ടാ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നല്ലപോലെ ഇളക്കി മിക്സാക്കുക. ഒരു നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അരപ്പ് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത അരപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നല്ല വലിയ പൂമീൻ്റെ പീസാണ് നമ്മൾ കറി വെക്കാൻ എടുത്തേക്കുന്നത്. അപ്പം അതിന് അനുയോജ്യമായിട്ടുള്ളൊരു അരപ്പും കറിക്കാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തേക്കുന്നത്. വയ്ക്കട്ടാ. അരപ്പ് ശരിക്കും മൂക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. അരപ്പ് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് മീനിടാം. കറി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനിടാം കേട്ടോ. നന്നായി കഴുകി വെച്ചാൽ നല്ല പൂമീൻ്റെ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പോരാ ക്ലോസ്. ചാറൊന്ന് വറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. അതിനനുസരിച്ചുള്ള ചാറിൽ നമുക്ക് ചാറ് കിട്ടും. ചാറ് കുറവാണെന്നുണ്ടെങ്കിൽ അനുസരിച്ച് അടച്ചു വെച്ച് വേവിക്കുക. ഹാഫ് മൂടി വെച്ച് വേവിക്കുക. എന്താ ചെയ്താൽ നമുക്ക് കുറച്ച് വേപ്പില, പച്ച വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കറി ആവശ്യത്തിന് വറ്റി കുറുകി കഴിഞ്ഞാൽ പച്ച വെളിച്ചെണ്ണയും വേറെ സ്പെഷ്യൽ സംഭവം കൂടി ഉണ്ട്. അതുകൂടി എടുത്ത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പൂമീൻ കറി സൂപ്പറായിട്ടുണ്ട്. ഒന്ന് കുറുകിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കുറുകിയ ചാറ് കൂടിയ നല്ല സൂപ്പർ കറി, പൂമീൻ കറി.